ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേബി പൊട്ടറ്റോ ഇല്ലെങ്കിൽ കുട്ടി ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ആണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ കൂടി ഓണാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. ഒരു 400 ഗ്രാമോളം ബേബി പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രേ വൃത്തിയാകത്തുള്ളൂ. ഇനി കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, അളവിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കണം. തൊലിയുള്ളത് കാരണം ഇതിനകത്ത് ഉപ്പ് പിടിക്കാൻ കുറച്ച് പാടാണ്. ഉപ്പൂടെ ചേർത്ത് കുറച്ച് വെള്ളമൂടെ ചേർത്ത് ഒരു വിസിൽ അടിച്ച് മാറ്റി വയ്ക്കണം. ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് നല്ലതായിട്ട് അകമെല്ലാം വെന്തും കിട്ടണം, വെളിയിൽ പൊട്ടിപ്പോകരുത്. ഇതാ ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടി ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കണം. ഈ കടായിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുള്ളേ. ഒരു 5 വെളുത്തുള്ളി നടുകെ കീറിയിട്ടുണ്ട്. ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയതിന് ശേഷം 2 കഷ്ണം പട്ടയാണ് ഇടുന്നത്. കട്ടി കുറഞ്ഞ പട്ടയാണ്, ഒരുപാട് ഇടരുത്. 2 പീസ് മാത്രം. 2 ഗ്രാമ്പൂ, 1 സ്പൂണിനേക്കായി കുറച്ച് കുറവായിട്ട് കുരുമുളക്, മല്ലി 1 അല്ലെങ്കിൽ 1.25 സ്പൂൺ ചേർക്കാവുന്നതാണ്. 4 വറ്റൽമുളക്, 5 കറിവേപ്പില, ഒരൽപ്പം ജീരകം, ഒരുപാടാകരുത്. വാളൻപുളിയാണ്, ഒരു ചെറിയ കഷ്ണമാണ്. ഒരു ലൈറ്റ് പുളിയുള്ളത് നല്ലതാണ്. ചെറിയ കഷ്ണം ഇടാവേ. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പെരുംജീരകം ചേർക്കുക. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ആ പെരുംജീരകം ചൂടായിക്കോളും. ആ ചട്ടിയിലേ അങ്ങ് ആറാൻ വയ്ക്കുക. ഇതെല്ലാം നന്നായിട്ട് ചൂടായിക്കോളും. ആറിയതിന് ശേഷം മിക്സഡ് ജാറിൽ പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട്. ചൂടോടുകൂടി അതിൻ്റെ തൊലി പൊളിക്കാൻ ശ്രമിച്ചാൽ അത് ഉരുളക്കിഴങ്ങോട് ഇങ്ങനെ അടന്നടന്ന് വരും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇങ്ങനെ സ്ലിപ്പായിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി വരുവേ. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഉരുളക്കിഴങ്ങിടുക. ഈ ഉരുളക്കിഴങ്ങ് ലൈറ്റായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഈ എണ്ണയിൽ. ഗ്യാസ് കുറച്ച് കൂട്ടി കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ലതായിട്ട് എണ്ണ പിടിച്ച് ഒന്ന് മുരിയുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ലൈറ്റായിട്ട് ഉപ്പുപൊടി വിതറിയിട്ടുണ്ട്. അത് പിങ്ക് സോൾട്ടാണ്. ഒരുപാടൊന്നും മുരിഞ്ഞ് കിട്ടേണ്ട കാര്യമില്ല. എല്ലാ ഭാഗത്തും ഒന്ന് ലൈറ്റായിട്ട് ഇതാ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് സിമ്മി വയ്ക്കുക. അതിന് ശേഷം മാത്രമേ പൊടി ചേർക്കാവേ. കുറേശ്ശെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർക്കുക. എല്ലാം കൂടെ ഒരുപോലെ, അതായത് ഒരു ഭാഗത്തോട്ട് എല്ലാം കൂടെ ഒന്നിച്ചിടരുത്. കുറേശ്ശെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഓരോ പൊട്ടറ്റോയുടെയും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുക. ഗ്യാസ് സിമ്മി വെച്ചിരിക്കണം. ഇനി അവസാനം വരെ ഗ്യാസ് സിമ്മി വെച്ചിരിക്കണം. ഏറ്റവും കുറഞ്ഞ ചൂടിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ അത് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗവും ഇങ്ങനെ മുരിഞ്ഞ് വരണം. കുറച്ചൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഒരു ഭാഗത്തോട്ട് ഇടരുത്. ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണിനേക്കാൾ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ഐറ്റം ചേർക്കാവേ. ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് പെരുംജീരകമാണ്, ഇടിച്ച് പൊടിച്ചാണ്. പഴയ പൊടി എടുക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ അമ്മിക്കല്ലോ ഇടിക്കല്ലോ ഇടിച്ച് അല്ലെങ്കിൽ ചതച്ച് പൊടിച്ച് പെരുംജീരകപ്പൊടി ശകലം ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. പൊട്ടറ്റോ എടുക്കുമ്പോൾ ഒരേ അളവിലുള്ള പൊട്ടറ്റോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ കുക്കറിനകത്തിട്ട് അടിക്കുമ്പോൾ ചെറുതെല്ലാം അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. അങ്ങനെ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അടുപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാവുന്നതാണ്. അപ്പോഴാണെങ്കിൽ ചെറിയ പൊട്ടറ്റോ എല്ലാം ആദ്യമേ വേവും. അതങ്ങ് മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ളത് പതുക്കെ വേവിച്ചെടുക്കാൻ പറ്റും. കുക്കറിലടിക്കാൻ പേടിയുള്ളവർ അങ്ങനെ ചെയ്യുക.
നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.